നമ്മൾ സമ്പാദിക്കാത്തൊരു എൻ്റെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. എനിക്കത് ഇതല്ല. കാരണം ഞാൻ സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് ഈശ്വരൻ അതിൻ്റെ ഗുണം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു ഉറുപ്പിയാണെങ്കിൽ റോട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതിന് പറ്റിയ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള പല അമ്പലത്തിൽ ഉണ്ടിൽ കൊണ്ടിട്ടാലും ഞാനത് എൻ്റെ കയ്യിൽ വെക്കും. കാരണം പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ വെക്കുന്നതോടെ എനിക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ മനസ്സ് അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാല ഇങ്ങനെ കളഞ്ഞു കിട്ടിയ മാല നമ്മുടെ ചന്ദ്രദേവൻ മാഷ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു. ആ മാല നഷ്ടപ്പെട്ടത് നമ്മുടെ ഈ കൃഷ്ണ ലോട്ടറി സെൻറ്റർ നടത്തുന്ന ലക്കി സെൻറ്റർ നടത്തുന്ന നമ്മുടെ ഈ അശോകൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മാലയായിരുന്നു. പണയം വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യയുടെ മാലയായിരുന്നു. ഏകദേശം 2.5 പവൻ തൂക്കം വരുന്നൊരു മാലയാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് ഓർക്കണം എത്ര കാശ് വരുന്നുള്ളത്. അതിപ്പോൾ നമ്മുടെ ഈ ചന്ദ്രദേവൻ എന്ന് പറയുന്ന ഈ മാഷ് അത് കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ചു. കണ്ണ് മഞ്ഞളിക്കാതെ എത്ര വിലപിടിപ്പുള്ള സംഗതിയും എൻ്റേതല്ലാത്ത സാധനങ്ങൾക്ക് മുന്നിൽ കണ്ണ് മഞ്ഞളിക്കാതെ അത് കൃത്യമായിട്ട് ഏൽപ്പിച്ചു. നമ്മുടെ ചെയർമാൻ, നഗരസഭാ ചെയർമാൻ ശിവചേട്ടനൊക്കെ സാന്നിധ്യത്തിലാണ് ഏൽപ്പിച്ചത്. എന്തായിരുന്നാലും ഇതുപോലെ നഷ്ടപ്പെട്ട മുതൽ ഇനിയും അത് കൃത്യമായിട്ട് തന്നെ കിട്ടേണ്ട ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കാനായിട്ടുള്ള മനസ്സ് സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഭാര്യയുടെ മാലയായിരുന്നു നഷ്ടപ്പെട്ടത്. അത് ഞാൻ പണയടിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് എവിടെ പണയം വെച്ചേക്കായിരുന്നു? പണയം വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അവിടെ നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അറിയില്ല. ടൗണിൽ നിന്ന് സൗത്ത് വരെ സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് എടുത്ത് കൊടുക്കാമെന്ന് വെച്ച് പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് എത്ര തൂക്കുണ്ട് ചേട്ടാ? 2.5 പവൻ. ആഭരണം നഷ്ടപ്പെട്ടിട്ട് അത് കിട്ടിയ ആള് സത്യസന്ധനായ ഒരാളായി എന്നുള്ളതാണ് നമുക്ക് വലിയൊരു കാര്യം. എല്ലാവരും ഇത് അതേപോലെ ചെയ്യണമെന്നില്ല. ആള് അങ്ങനത്തെ സത്യസായി ബാബയുടെ അനുയായി ആയിട്ടും അതുപോലെ അങ്ങനെ കലാപരമായിട്ട് എല്ലാ കാര്യത്തിലും നടക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള മുതൽ പോവില്ല. അധ്വാനിച്ച മുതൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ല. അത് നമ്മുടെ കിട്ടിയത് വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും അല്ല, അതാണ് അതിന്റെ ശരി. സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് പിന്നെ ആപത്ത് വരില്ല. കാരണം ലളിതമായി ജീവിക്കുക, സത്യത്തിൽ സഞ്ചരിക്കുക, അവർക്ക് ഒരിക്കലും ഒരു ആപത്ത് വരില്ല എന്നുള്ളത് ഞാൻ പഠിച്ച പാഠമാണ്.